കൊച്ചിയിൽ മോക്ഷ ആയുർവേദ സ്പാ അതിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ കേന്ദ്രത്തിന്റെ ഉടമ ബോംബെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തൃശൂർ സ്വദേശി പ്രവീണാണ്. ഇയാൾ രാജ്യത്തെ തന്നെ സെക്സ് റാക്കറ്റിന്റെ മുഖ്യ കണ്ണിയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കൊച്ചിയിൽ കൂടുതൽ ഇടങ്ങളിലും സംഘം അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി. സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യം നൽകിയായിരുന്നു ഇടപാടുകൾ. വിവിധ ജില്ലകളിൽ നിന്നുള്ള 100-ലേറെ മലയാളി യുവതികളാണ് കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് യുവതികളെ എത്തിച്ച് ആവശ്യക്കാർക്ക് കൈമാറിയിരുന്നതായി പോലീസ് പറയുന്നു. സ്പായുടെ മറവിൽ നടത്തിയ അനാശാസ്യ കേന്ദ്രത്തിലൂടെ നടന്നത് കോടികളുടെ ഇടപാടാണ്. നടത്തിപ്പുകാരനായ എരുമേലി സ്വദേശി പ്രവീണിന്റെ അക്കൗണ്ടിൽ എത്തിയതാകട്ടെ ഏതാണ്ട് 1,68,00,000 രൂപ. പിടിയിലായ ഈ പ്രവീണിനെ നിയന്ത്രിക്കുന്നത് മുംബൈയിലെ തൃശൂർ സ്വദേശിയായ പ്രവീണാണ്. രണ്ടുപേരുടെയും പേര് പ്രവീൺ എന്നാണ്. ഇയാളെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന മോക്ഷ സ്പായിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 12 പേര് പിടിയിലായിരുന്നു. കഴിഞ്ഞ 3 മാസമായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. 8 സ്ത്രീകളും 4 പുരുഷന്മാരും അടങ്ങിയ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ പിടിയിലായിരുന്നു. കൊച്ചി ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ SI രമേശൻ, പാലാരിവട്ടം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രിജേഷ് എന്നിവരാണ് ഇന്നലെ പിടിയിലായത്. ഇരുവർക്കും അനാശാസ്യ കേന്ദ്രത്തിന്റെ ലാഭവിഹിതമായി ലക്ഷങ്ങൾ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ഒരു ലോഡ്ജിൽ നിന്ന് ഉടമസ്ഥനും അനാശാസ്യ കേന്ദ്ര നടത്തിപ്പുകാരിയും പോലീസ് പിടിയിലായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചതിൽ നിന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് മനസ്സിലായത്. അറസ്റ്റിലായ ASI രമേശ് നേരത്തെയും അച്ചടക്ക നടപടി നേരിട്ടയാളാണ്. അനാശാസ്യ കേന്ദ്ര നടത്തിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. പിടിയിലായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിനാമികളായിരുന്നു അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത്. പിടിയിലായവരുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്.